Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലോക്കി ആണെങ്കിൽ അവന്റെ ഡീൽ എന്താണെന്ന് ലൂഫിയോട് തുറന്നു പറയും. എന്ത് ചെയ്യണമെന്നറിയാതെ ലൂഫി അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ ബ്രിഡ്ജിലൂടെ പതിയെ ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ഭയം കാരണം ബ്രിഡ്ജിലൂടെ നടക്കാനായിട്ട് കഴിയുന്നില്ല. പ്ലീസ് എനിക്ക് വേണ്ടി കൂടെ വെയിറ്റ് ചെയ്യ്, എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഉസോപ്പാണെങ്കിൽ ഇപ്പൊ ചോപ്പറിനോട് റിക്വസ്റ്റ് ചെയ്യും, ചോപ്പർ ദയവ് ചെയ്ത് നീയെങ്കിലും ഒരല്പം കരുണ എന്നോട് കാണിക്കണം, എന്നെ എടുത്തുകൊണ്ട് നിനക്കെങ്കിലും പോയിക്കൂടെ ചോദിക്കും. സോറോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ചോപ്പർ നീ മുൻപോട്ടേക്ക് നടക്ക്, അവന് വേണമെങ്കിൽ അവൻ തനിയെ വന്നോളൂന്ന് പറയും. അത് കേട്ട് ഉസോപ്പിനാണെങ്കിൽ താങ്ങാൻ കഴിയാത്ത അത്രയും വിഷമം. അവരങ്ങനെ മുൻപോട്ടേക്ക് നടന്നു വരുമ്പോൾ ഇപ്പൊ ആ ബ്രിഡ്ജ് അത് വളരെ വേഗത്തിൽ അങ്ങനെ ആടി ഉലയാനായിട്ട് തുടങ്ങും. അവർക്കാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ആരോ ആ ബ്രിഡ്ജിലൂടെ ഓടി വരുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുക. ആദ്യം അവർ കരുതിയത് ശക്തമായിട്ടുള്ള കാറ്റിലാണ് ആ പാലം ആടി ഒലയുന്നതെന്നാണ്. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ പാലം അങ്ങനെ ആടി ഒലയുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ പാലത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവരാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് ഓപ്പോസിറ്റ് ഉള്ളത് ആരാണെന്ന് നോക്കും. ലൈറ്റ്നിങ്ങിൽ കത്തിക്കരഞ്ഞ പോലെ ഒരു രൂപം. നാമിയാണെങ്കിൽ അല്പസമയം കൂലങ്കക്ഷായിട്ട് ആലോചിക്കും, അത് മറ്റാരുമല്ല സൺ ഗോഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ ആ ബ്ലോക്കിൽ ലോക്ക് ചെയ്ത് വെച്ച അതേ ജയന്റ്. അവനാണെങ്കിൽ വീണ്ടും അവർക്ക് ഓപ്പോസിറ്റ് നടന്നു വരുന്നത് കാണുമ്പോൾ അവർക്കാണെങ്കിൽ ഒരല്പം ഭയം തോന്നും. മാത്രമല്ല അവൻ ഒറ്റയ്ക്കല്ല, അവനോടൊപ്പം അല്പം മുൻപ് നമ്മുടെ ആൾക്കാർ കണ്ട ആ ഒരു ലേഡി ജയന്റും അതുപോലെ ആ ഉണ്ടപ്പൻ ജയന്റും ഉണ്ട്. ആ ഉണ്ടപ്പൻ ജയന്റിന്റെ കയ്യിലാണ് നമ്മുടെ ആൾക്കാരുടെ ആ ഒരു കപ്പല്. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എന്തുകൊണ്ടായിരിക്കും കപ്പൽ എടുത്തുകൊണ്ട് അവർ ഇപ്രകാരം ഇതുവഴി നടക്കുന്നതെന്ന് ആലോചിക്കും. സോറോ ആണെങ്കിൽ തീർത്ത് പറയും, ഇതാണ് അവസരം, ഇവിടെ വെച്ച് തന്നെ നമുക്ക് അവരെ ഇല്ലാതാക്കാമെന്ന് പറയും. പക്ഷെ ഉസോപ്പാണെങ്കിൽ അത് തടയാണ്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഇവിടേക്ക് വന്നൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇവർ ഡ്രോഹിയുടെയും ബ്രോഹിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലോ പിന്നീട് അതൊരു പ്രശ്നത്തിന് കാരണമാവും. ഇപ്പോ നമ്മുടെ മുൻപിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഏത് വഴിയാണെന്ന് ഇപ്പൊ മറ്റുള്ളവർ ചോദിക്കും. ദൂരത്തായിട്ടൊരു വഴി ചൂണ്ടിക്കാണിച്ച് അതാണ് നമ്മുടെ ഏക വഴി, എത്രയും പെട്ടെന്ന് നമ്മൾ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അത്രയും നേരവും ഭയന്ന് മാറി നിന്ന നമ്മുടെ ഉസോപ്പാണെങ്കിൽ ഉഷാറായിട്ട് ഇപ്പൊ ചാടി ഓടുകയാണ്. അത്ര നേരവും പാലത്തിന്റെ വിടവ് കണ്ട് ഭയന്ന് നിന്ന നമ്മുടെ ഉസോപ്പ് അവനാണെങ്കിൽ രക്ഷിക്കടാ എന്ന് മനസ്സിൽ നിലവിളിച്ചുകൊണ്ട് അങ്ങനെ ഓടുകയാണ്. സോറയും വേറെ വഴിയില്ലാന്ന് കരുതി ഇപ്പൊ ഉസോപ്പിന്റെ പിന്നാലെ വെച്ച് പിടിക്കും. ബാക്കിയുള്ളവരും അങ്ങനെ പിന്നാലെ തന്നെ പോവുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എൽബോഫിന്റെ അണ്ടർവേൾഡ് കാണിക്കും. അവിടെ ഹൈറുദ്ദീൻ ആണെങ്കിൽ ഒരു മോൺസ്റ്ററിനെ അങ്ങനെ അട്ടിച്ച് ചമ്മന്തിയാക്കി അതിന്റെ ദേഹത്ത് അങ്ങനെ കയറി നിൽക്കുകയാണ്. ഇവനാണ് ന്യൂ ജയൻ പൈററ്റ് വാരിയറുടെ ക്യാപ്റ്റൻ. അപ്പർ വേൾഡിൽ ഇത്രയും വലിയ മോൺസ്റ്റേഴ്സിനെ ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇവരിപ്പോ താഴേക്ക് വന്ന് ഈ ഒരു മോൺസ്റ്ററിനെ തല്ലിക്കൊന്നത്. ഇവറ്റകളുടെ ടേസ്റ്റ് വളരെ നല്ലതാണ്. ലൂഫിയാൻ ടീം ഇവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് രുചികരമായുള്ള ട്രീറ്റ് കൊടുക്കാനായിട്ട് ഇവറ്റകളെ ഉപയോഗിച്ച് സാധിക്കും. ഉടനെ അവന്റെ വാരിയർ ആണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, ഇത്രയും വലിയ മോൺസ്റ്ററിനെ നമ്മൾ എങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും? ഹൈറുദ്ദീൻ ആണെങ്കിൽ ചുറ്റും നോക്കും. മഞ്ഞാണെങ്കിൽ വളരെ തീവ്രമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ തന്നെ തോളിൽ ചുമന്ന് ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്റെ ജീവൻ രക്ഷിച്ചവരാണ് ലൂഫിയാൻ ടീം, അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം എനിക്ക് അവർക്ക് വേണ്ടി ചെയ്തേ പറ്റുമെന്ന് അവൻ പറയും. റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ചേർന്ന് അത് ഉയർത്താനായിട്ട് ശ്രമിക്കും. നമ്മുടെ ക്യാപ്റ്റന്റെ മസിൽസ് അതങ്ങനെ സ്ട്രെസ് കൂടുന്തോറും പുറത്തേക്ക് അങ്ങനെ തള്ളി തള്ളി വരും. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങനെ പതിയെ നടക്കുകയാണ്. അപ്പോഴായിരിക്കും ന്യൂ ജയൻ വാരിയേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആക്ച്വലി ഇവരും നമ്മുടെ ലൂഫിയുടെ വലിയൊരു സപ്പോർട്ടേഴ്സ് ആണ്. അവർക്കാണെങ്കിൽ അവർ ലൂഫിയുടെ സപ്പോർട്ടേഴ്സ് ആണെന്ന് പറയാൻ അഭിമാനം മാത്രമാണ്. മാത്രമല്ല ഡ്രോഹിയുടെയും ബ്രോഹിയുടെയും യങ് ജനറേഷനാണ് ഇപ്പൊ കാണുന്ന ഈ ഒരു ടീം. ഇവരെ മുൻപോട്ടേക്ക് നയിക്കുന്നത് അത് മറ്റാരുമല്ല, അവരുടെ എല്ലാവരുടെയും ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹൈറുദ്ദീന് അവരുടെ ഇടയിൽ വലിയൊരു വാല്യൂ ആണ്. രണ്ടാമതായിട്ട് സ്റ്റാൻസൺ, അവനാണ് ഷിപ്പ് റൈറ്റർ. അതിനുശേഷം കാണിക്കുന്നത് നാവിഗേറ്ററിനെയാണ്. അവന്റെ പേരാണ് റോഡോ. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അവനെ ഒന്ന് കാണിക്കും. ഇവനാണ് നമ്മുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയ അതേ വില്ലൻ റോഡോ. ഈ കാര്യം ബാക്കിയുള്ളവർ അറിഞ്ഞാൽ ഉറപ്പായാലും അവന് വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് ലഭിക്കും. അടുത്തായിട്ട് ഒരു ഉണ്ടപ്പനെ കാണിക്കും. ഇവനാണ് അവരുടെ ഷിപ്പിലെ ദ ഫേമസ് കുക്ക്. ഇവനും ആ റോഡോടൊപ്പം ചേർന്നാണ് നമ്മുടെ ആൾക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അവസാനമായിട്ട് ആ ഗേർട്ടിനെ കാണിക്കും. ഈ ചുന്ദരി പെണ്ണും അവന്റെ ടീമിലുള്ളവരാണ്. ഇവര് 3 പേരും ചേർന്നാണ് നമ്മുടെ ആൾക്കാരെ കടത്തിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എൽഡേഴ്സിന്റെ വലിയ കപ്പല് കാണിക്കും. ഓൾമോസ്റ്റ് അവരാണെങ്കിൽ ഇപ്പൊ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ബ്രൂക്ക് ആണെങ്കിൽ റോബിനെ സ്നേഹത്തോടുകൂടെ വിളിച്ചിരുത്തി അവളുടെ മുടിയൊക്കെ ഗ്രൂം ചെയ്ത് വെട്ടിക്കൊടുക്കുകയാണ്.
ബ്രൂക്കിനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ തോന്നും. കാരണം നമ്മുടെ ചെക്കൻ ഇതുവരെ പെൺകുട്ടികളുടെ ഹെയർ ഒന്നും സ്റ്റൈൽ ചെയ്യുകയോ ഗ്രൂം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. റോബിന്റെ റിയാക്ഷൻ അത് എപ്രകാരമായിരിക്കും എന്നറിയാതെ അവനങ്ങനെ ഭയന്ന് നിൽക്കും. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാതെ റോബിനെ തന്നെ നോക്കുകയാണ്. റോബിനാണെങ്കിൽ ഇപ്പോൾ മിറർ മേടിച്ച് അവളുടെ മുടിയുടെ ഓരോരോ ആംഗിളായിട്ട് നോക്കുകയാണ്. അവളുടെ മുഖത്താണെങ്കിൽ യാതൊരു എക്സ്പ്രഷനും ഇല്ല. ബ്രൂക്കിനാണെങ്കിൽ പേടി കൂടും. അവനാണെങ്കിൽ അല്പസമയം വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം, ബ്രൂക്ക്, നിന്നെ കാണാനൊരു അസ്ഥികൂടാണെങ്കിലും നിന്റെ കഴിവ് അത് അപാരമാണ്. എനിക്ക് ഈ ഹെയർ സ്റ്റൈല് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറുപ്പത്തിൽ ഇതേ ഹെയർ സ്റ്റൈലിലാണ് നടന്നിരുന്നത്. ബ്രൂക്കിനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം വലിയ റോക്കറ്റ് വിട്ട സന്തോഷം. അവനാണെങ്കിൽ തുള്ളിച്ചാടി പമ്പരം പോലെ കറങ്ങുകയാണ്. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ആ സൗളിന് പേരുള്ള ജയന്റിനെ അതിനെ കാണുമ്പോൾ ഒക്കെ തന്നെ അവളുടെ ഹെയർ സ്റ്റൈൽ ഇപ്രകാരമായിരുന്നു. ഞാനിപ്പോൾ വീണ്ടും സൗളിനെ കണ്ടുമുട്ടാനായിട്ട് പോവാണ്. സോ ഇതേ ഹെയർ സ്റ്റൈലിൽ തന്നെ വീണ്ടും അവൻ എന്നെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് ബാക്കിയുള്ള ജയൻസ് ആണെങ്കിൽ കൈയടിച്ചത് പാസ്സാക്കും. വാവ്, നിന്റെ തോട്ട് അത് ശരിക്കും അടിപൊളിയാണ്. ഫ്രാങ്കി ആണെങ്കിൽ അത് കേട്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. ഇത്രയും വലിയൊരു സാഡ് സ്റ്റോറി ഞാൻ കേട്ടിട്ടേ ഇല്ല. ലളിത് ആണെങ്കിൽ ഇപ്പോ അവനെ കളിയാക്കും. അപ്പോഴായിരിക്കും ബ്രോഹിയും എന്തോ ഒന്ന് കാര്യമായിട്ട് കാണുക. കപ്പൽ സൈഡാക്കിയതിനു ശേഷം ദൂരത്തായിട്ട് അവർ ആ കാഴ്ച അവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇത്ര കാര്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് അറിയാതെ അവരെല്ലാവരും അവിടേക്ക് നോക്കും. അപ്പോഴായിരിക്കും അവർ തിരിച്ചറിയുക അവർ ചൂണ്ടിക്കാണിച്ചത് മറ്റൊന്നുമല്ല, ആ എൽബോഫ് ഐലാൻഡ് ആണ്. അങ്ങനെ ഒരു വിധത്തിൽ അവർ കാണാൻ ആഗ്രഹിച്ച ആ എൽബോഫ് ഐലാൻഡിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോ സന്തോഷം കൊണ്ട് അവരുടെ ഹാർട്ട് ബീറ്റ് കൂടി വരുമ്പോൾ ബ്രൂക്ക് മാത്രം വിളിച്ചു പറയും, എനിക്ക് സന്തോഷം കൊണ്ട് എന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നില്ല, കാരണം എനിക്ക് ഹാർട്ട് ഇല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗിറ്റാറിൽ കാര്യമായിട്ട് മ്യൂസിക് ഒക്കെ വായിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ സന്തോഷത്തോടു കൂടെ ആ ഐലാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു ജയന്റിനെ കാണിക്കുക. അവനാണെങ്കിൽ ഭയന്ന് വരച്ച് ഓടി വരികയാണ്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക. ആ സോൾ അവൻ ബോധം കെട്ട് താഴെ വീണു. എത്രയും പെട്ടെന്ന് അവനെ സഹായിക്കണം. അവനാണെങ്കിൽ വീണ്ടും അതേ കാര്യങ്ങൾ പറഞ്ഞ് ഭയത്തോടുകൂടെ ചുറ്റും നോക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.